നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. ഒരു മാസത്തിലേറെയായി മസ്തിഷ്കത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ആനയെ പിടികൂടി. തുടർ ചികിത്സയ്ക്കായി ചെക്ക് പോസ്റ്റ് വഴി കോടനാടേക്ക് കൊണ്ടുപോയി. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ ദൗത്യം ആരംഭിച്ചത്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെച്ചതോടെ ആന മയങ്ങി വീണു. പിന്നീട് കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ആനയെ വാഹനത്തിൽ കയറ്റിയത്. കോടനാട് അഭയാരണ്യത്തിലേക്കാണ് ആനയെ കൊണ്ടുപോയത്. അവിടെ ആനയെ പാർപ്പിച്ച് ചികിത്സ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ആന മയങ്ങി വീണ ഉടനെ തന്നെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ മസ്തിഷ്കത്തിലെ മുറിവ് വൃത്തിയാക്കിയിരുന്നു. പുഴുവരച്ച നിലയിലായിരുന്നു മുറിവുണ്ടായിരുന്നത്. മസ്തിഷ്കത്തിൽ പരിക്കേറ്റ ആനയെ ജനുവരി 15 മുതലാണ് പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടെത്തിയത്. മുറിവ് ഗുരുതരമാണെന്ന് മനസ്സിലായതോടെ കൊമ്പനെ പിടികൂടി ചികിത്സ നൽകിയിരുന്നു. എന്നാൽ മുറിവ് പുഴുവരച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് വീണ്ടും പിടികൂടി ചികിത്സ നൽകാൻ തീരുമാനിക്കുന്നത്. ഇത്തവണ ആനയെ പിടികൂടി പൂർണ്ണമായി ഭേദമാക്കിയതിനു ശേഷം മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ. വെറ്റിലപ്പാറയ്ക്ക് സമീപം പുഴയിലേക്ക് ഇറങ്ങിയ ആന അവിടെ നിന്ന് തുരുത്തിലേക്ക് നീങ്ങുമ്പോഴാണ് മയക്കുവെടി വെച്ചത്. ഈ സമയം ആനയുടെ ഒപ്പം മറ്റൊരു കൊമ്പനും ഉണ്ടായിരുന്നു. ഈ കൊമ്പനെ വെടിവെച്ച് തുരത്തിയ ശേഷമാണ് മുറിവേറ്റ കൊമ്പന് മയക്കുവെടി വെക്കുന്നത്. രാവിലെ 7:15 വെടിയേറ്റ കൊമ്പൻ 15 മിനിറ്റിനുള്ളിൽ നിലത്തേക്ക് വീഴുകയായിരുന്നു. വീണതോടെ ആദ്യം ആശങ്ക ഉണർന്നെങ്കിലും പിന്നീട് കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ എഴുന്നേൽപ്പിച്ചു ആനിമൽ ആംബുലൻസിലേക്ക് മാറ്റുകയായിരുന്നു. എഴുന്നേൽപ്പിച്ച ആന ആരോഗ്യം വീണ്ടെടുക്കുകയും പിന്നീട് തലയും ചെവിയും ചെറുതായി ഇളക്കുകയും അനുസരണയോടെ ലോറിയിൽ നിന്നതും ദൗത്യസംഘത്തിന് പ്രതീക്ഷയുണർത്തി. ആദ്യം കൊമ്പിന്റെ മുറിവിലുള്ള വേദന കുറയ്ക്കുന്നതാണ് പ്രാഥമിക പരിഗണന നൽകുക. ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ള 25 സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. മുൻപ് അരിക്കൊമ്പിന് വേണ്ടി ഉണ്ടാക്കിയ കൂട് പൊളിച്ചു നീക്കിയാണ് ഇപ്പോൾ പുതിയ കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ബലക്ഷയം കണ്ടതിനെ തുടർന്നാണ് മൂന്നാറിൽ നിന്ന് യൂക്കാലിപ്റ്റസ് തടികൾ കൊണ്ടുവന്ന് പുതിയ കൂട് നിർമ്മിച്ചത്.